സ്കൂളിലും ഫ്രണ്ട്സൊക്കെ കളിയാക്കുക, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അതിൽ പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞ് ഏത് റേഷൻ കടയിൽ നിന്നാണ് കഴിക്കുന്നത്. എനിക്ക് ബോഡി ഷേമിങ് മറ്റ് പീക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, നീ തടിയണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ബെഞ്ചിലിരിക്കുമ്പോഴും പേടിയാണ് ആൾക്കാർക്ക് ബെഞ്ച് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ആ പ്രായത്തിൽ തിരിഞ്ഞ് നോക്കുക, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു, എൻ്റെ ഡ്രീമിന് അച്ചീവ് ചെയ്താൽ ഞാൻ ഹാപ്പി ആകത്തുള്ളൂ. ഇത് കഴിഞ്ഞ് നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, കാരണം ഞാൻ ഡ്രീം അച്ചീവ് ചെയ്തിട്ടാണ് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പം എനിക്കത് അച്ചീവ് ചെയ്ത് എനിക്ക് ഹാപ്പി ആകത്തില്ല, എൻ്റെ പൈസയോ അല്ലെങ്കിൽ മാറ്റർ ആവില്ല. എൻ്റെ ഡ്രീം ഞാൻ ഫിക്സ് ചെയ്തിട്ട് എനിക്കത് അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സെൽഫിൽ എന്തും ചെയ്യും. എനിക്ക് പൈസ കിട്ടുന്നില്ല, ഞാൻ ഫ്രീ ആയിട്ട് റാമ്പ് അറ്റൻഡ് ചെയ്യുന്നു, ട്രെയിനിൽ കിടന്നു പോകുന്നു, സ്ലീപ്പർ ക്ലാസ് ലോക്കലിൽ കയറി പോകുന്നു, ബാത്റൂം ഒളിച്ചിരുന്ന് പോകുന്നു, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു. ഇത് തന്നെയാണ് 4 കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ പോയി റൺവേ മോഡലാണ് തെളിയിക്കുക, ഫോട്ടോ ഇടുക, അപ്പം അടുത്ത വർക്ക് കിട്ടും, അടുത്ത വർക്കിന് പൈസ കിട്ടും. 4 മന്ത് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. കാരണം റിലേറ്റീവ്സൊക്കെ വരുന്നു, വിഷമത്തോടെ കാണുന്നു, കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പൈസ വെച്ചിട്ട് പോകുന്നു. ആ ഒരു സ്റ്റേജൊക്കെ ഭയങ്കര വിയർഡാണ് ആക്ച്വലി. എല്ലാവരും രോഗിയായിട്ട് നോക്കുന്നു, വിഷമത്തോടെ നോക്കുന്നു എല്ലാവരും. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദ വെരി പോപ്പുലർ, ദ വെരി ഡൈനാമിക് അർജുൻ ശ്യാം ഗോപൻ, ബിഗ് ബോസ് സീസൺ 6 ഫസ്റ്റ് റണ്ണർ-അപ്പ്. The man with the huge female fan following. Arjun, welcome to the show. Thank you so much. Congratulations, first of all. Thank you so much. Is this a dream? ഈ ബിഗ് ബോസ് വിൻ ചെയ്യണം എന്നുള്ളൊരു ഡ്രീം ആയിരുന്നു? ചെയ്യാനൊരു ഡ്രീം ഇല്ലായിരുന്നു, അവിടെ എത്തുക എന്നുള്ള ഭയങ്കര ഡ്രീമായിരുന്നു. അതിൽ 100 days കംപ്ലീറ്റ് ചെയ്യാന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു. സോ ആ ഡ്രീമിന് വേണ്ടി കുറേ വർഷം സ്ട്രഗിൾ ചെയ്ത്, കുറേ വർഷം സ്വപ്നം കണ്ടു, അങ്ങനെ അത് കഴിഞ്ഞു. How has life changed post Big Boss? ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, ലൈഫ് ചേഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത്രയും ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാവും, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നെ തേടി വരും എന്നൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ ചെല്ലുക, ഞാനായിട്ടിരിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന അത് സിനിമയാണ് സിനിമ, അല്ലെങ്കിൽ കിട്ടുന്ന പോസിറ്റീവ് എടുത്തിട്ട് പുറത്തിറങ്ങാമെന്നാണ്. ഇത്രത്തോളം വരും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. പുറത്ത് വന്ന ആ ഒരു സമയമുണ്ടല്ലോ അർജുൻ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, റീല് പോലെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നത്? ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് ഓൾ വെന്റ് ത്രൂ? അവിടെ നിന്ന് ഇറങ്ങി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ വാട്ട് റിയലി ഹാപ്പൻഡ്? സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്തായിരുന്നു? 100 ദിവസം അവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു എൻ്റെ വീടാണ് ആക്ച്വലി അതിപ്പം. അവിടെ നിന്ന് 100 ദിവസം എനിക്കൊരു വീട് പോലെ, 50 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വന്തം വീട് എന്നുള്ള അടുക്കള അല്ലെങ്കിൽ റൂംസ് ഒക്കെയാണ് സ്വന്തം വീട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര എനിക്ക് പേഴ്സണലി, എനിക്കെന്നല്ല, നമ്മൾ 100 ദിവസം നിന്ന ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ 100 ദിവസം വേറെ ആൾക്കാരെ കാണുന്നില്ല, പുറത്തൊരു കോണ്ടാക്റ്റ് ഇല്ല, ഈവൻ എന്താ പറയുക, വേറെ ഡാർക്ക് എന്നുള്ള സംഭവം അതിനകത്തില്ല, ഇരുട്ട് മുറിയില്ല, അല്ല ലൈറ്റ്. അപ്പം അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വേറെ പ്ലാനറ്റിലെത്തിയ പോലെ തോന്നി, ഭയങ്കര വിയർഡായിട്ട് തോന്നി. പിന്നെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും കുറേ പേര് എന്നെ അറിയാത്തവർ എന്നെ പേര് വിളിക്കുന്നു, അർജുൻ വിളിക്കുന്നു, എല്ലാവരും നോക്കുന്നു. എനിക്ക് ലൈഫിലത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ്. അത്രയും പോലും വിചാരിച്ചിട്ടില്ല. കുറച്ച് പേർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ക്രൗഡ് വരും, അതിൽ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് അർജുൻ വിളിച്ച് നിൽക്കുന്നു, ഫോട്ടോ എടുത്തോടെ ചോദിക്കുന്നു, ചിലർ കരയുന്നു. ആൻഡ് ഐ വാസ് എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം എന്ന്. അപ്പം ഒരു എന്താ പറയുക, ഞെട്ടി ഞാൻ ആക്ച്വലി, ഭയങ്കരമായിട്ട് ഞെട്ടി. അത്ര ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു, ഇത്ര ആൾക്കാർ ബിഗ് ബോസ് കണ്ടു. അതൊക്കെ ഓർക്കുമ്പോൾ ഇത്രയും വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്താൽ, ഇത്രയും വർഷം ഞാൻ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നി. വീട്ടുകാരെ എപ്പോഴാണ് കാണാൻ കിട്ടിയത്? അമ്മ ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ. എനിക്ക് ജയ് വിളിക്കുന്നതിൻ്റെ മമ്മി സൈഡിലുണ്ടായിരുന്നു, അമ്മയും അവളും ഉണ്ടായിരുന്നു സൈഡിൽ, പപ്പയുണ്ടായിരുന്നു. അപ്പം എനിക്ക് അവരുമായിട്ട് ഞാൻ ഹൗസിനുള്ളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ നിന്ന് നേരെ എൻ്റെ റൂമിൽ പോയി 2 ദിവസം ഇരിക്കണം, എനിക്ക് എൻ്റെ റൂമിൽ പോയി ഇരിക്കണം, അമ്മയുടെ കൂടെ ഇരിക്കണം എന്നായിരുന്നു ഫസ്റ്റ് തോട്ട് ആക്ച്വലി. പക്ഷേ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കിത് പറ്റിയിട്ടില്ല. ഇറങ്ങിക്കഴിയുമ്പോൾ കുറേ ആൾക്കാർ വരുന്നു, ഫ്രണ്ട്സ് വരുന്നു, എനിക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കുറേ പേര്, അല്ല എനിക്ക് ഫ്രണ്ട്സ് എന്നെ അടുത്തറിയുന്നവരും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, കുറേ ക്രൗഡ് ഇങ്ങനെ വിളിക്കുന്നു, പിന്നെ എനിക്ക് ബോണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പം എനിക്ക് പപ്പ മമ്മി എന്ന് വിചാരിച്ച് മാത്രം വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്ന് നിൽക്കുമ്പോഴത്തേനും ഒരു എന്താ പറയുക, അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും എത്രത്തോളം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അർജുൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഒരു ഡ്രീമായിരുന്നു എന്ന്. എത്ര വർഷത്തെ ഡ്രീമായിരുന്നു? ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ എത്ര തവണ ട്രൈ ചെയ്തു? എങ്ങനെ ഓവർകം ചെയ്തു? ബിഗ് ബോസ് എന്നെ പോലെ ഒരാൾക്ക് എന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ പയ്യന് ഒരു സ്ഥാനത്തെത്താണെങ്കിൽ ഭയങ്കര പാടാണ്. ഇന്നത്തെ കാലത്ത് റെഫറൻസ് മുഖ്യമാണ് എല്ലാ സ്ഥലത്തും. ഞാൻ ഇടുക്കി, കോട്ടയം മാറി. പപ്പ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ കോട്ടേഴ്സ് വീട് അങ്ങനെ മാറി നിൽക്കും ട്രാൻസ്ഫർ കിട്ടുന്നതിനനുസരിച്ച്. കോട്ടയം ജില്ലയിലാണ് കൂടുതൽ നിന്നത്. അപ്പം അവിടെ നിന്ന് നമുക്കൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നത് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം, എനിക്കറിയില്ല
ടി വിയിൽ കാണുമ്പോൾ എപ്പോഴും ആലോചിക്കുമ്പോൾ ടി വി ഷോയുടെ ആളാവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വൈഡ് ഹ്യൂജ് ഓഡിയൻസ്, അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഡോപ്പമൈൻ റഷ് തരുന്ന സംഭവമാണ്. അങ്ങനെ സീസൺ 3 തൊട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സീസൺ 3, 4, 5 നോക്കി. 5 എനിക്കും എൻ്റെ കോൾ ബ്ലോക്ക് വരെ ചെയ്തു ആക്ച്വലി. അങ്ങനെ കുറേ വർഷം മെനക്കെട്ടിരുന്ന ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് എന്നെ തന്നെ ഒരു ട്രാൻസ്ഫോം ചെയ്ത് എനിക്ക് ഓരോ ഓഡിഷൻ അറ്റൻഡ് കിട്ടാത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ കിട്ടാത്തത്. ഞാൻ ഒരിക്കലും വീട്ടിൽ കരഞ്ഞിരുന്നില്ല, കാരണം എനിക്ക് കിട്ടാത്തതിൻ്റെ റീസൺ കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സീസൺ 3 അവർ റിജക്ട് ചെയ്തപ്പോൾ യു വെരി ഡിസപ്പോയിൻറ്റഡ്? അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കുറവുകളാണ് ആക്ച്വലി. ആ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കിതില്ല, അത് ഇതിൽ കയറിയാൽ എനിക്കിത് കിട്ടത്തുള്ളൂ, അതെനിക്ക് വർക്കില്ല, ഞാൻ ഇത്രയും മോഡലായിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രം എൻ്റെ കുറവുകളാണ് ആക്ച്വലി പറഞ്ഞത് അവിടെ. സീസൺ 6 ഓഡിഷനിൽ ഞാൻ പറഞ്ഞത് എൻ്റെ സക്സസ് ആണ് ഞാൻ പറഞ്ഞത്. സീസൺ 4 എന്താ പറഞ്ഞത്? സീസൺ 4 ഇതൊക്കെ തന്നെ. എനിക്ക് ആ ഒരു വർഷം എനിക്കൊന്നും കിട്ടുന്നില്ല, എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ല. എനിക്ക് അന്നേരം ഹെവി വെയിറ്റ് ഉണ്ടായിരുന്നു, മോഡൽ എന്ന് പറഞ്ഞാലും ചെറിയ മോഡലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ സ്ട്രെങ്ത് എന്താണ്. ഞാനൊരു സോട്ട് അനാലിസിസ് നടത്തി, എൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണ് ഞാൻ തന്നെ മനസ്സിലാക്കി അതിൽ വർക്ക് ഓൺ ചെയ്തു. 2 വർഷം പിന്നെ ഗ്യാപ്പ് എടുത്ത് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് ഗ്യാപ്പ് എടുത്തിട്ട് ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഇതിൽ ഞാൻ കൊടുത്തു എൻ്റെ ഫുൾ പോസിറ്റിവിറ്റി. എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ ഈ ഒരു 2 വർഷം കൊണ്ട് ഞാൻ ഗ്രാഫ് ഞാൻ മാറ്റിയെടുത്തു. വർക്കിൻ്റെ കാര്യത്തിനാലും എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ കാര്യത്തിനാലും ഞാൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ മനസ്സിലായി എൻ്റെ USP എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സെല്ല് ചെയ്തു. See, how tall are you? നല്ല ഹൈറ്റ് ആണ് അർജുൻ. How tall are you really? ഞാൻ 6'4", 193.5, 6'3", 6'4 എടുത്തു. 6'4" ഹൈറ്റ് ഉണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഒരുപക്ഷെ അർജുൻ കേട്ട് വരുവാണ് ദാറ്റ് യു ഷുഡ് ബി എ മോഡൽ ഓർ യു ഷുഡ് വാക്ക് ദ റാമ്പ്, അങ്ങനെയൊക്കെ. ഇല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഒബീസിറ്റി ആയിരുന്നു, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്മസ് ഒന്നും ഞാനായിരിക്കും കോളേജിൽ സ്കൂളിലൊക്കെ സാന്റാക്ലോസ്, അല്ലെങ്കിൽ ഓണം വരുമ്പോൾ ഞാനായിരിക്കും മാവേലി, എല്ലാ കൊല്ലം ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് വയറും അത്രയും ഫിസിക്കൽ അതിൻ്റെ അത്രയും ലുക്ക് ആ ഒരു വലിപ്പമുണ്ട്. അപ്പം ലൈക്ക് എനിക്ക് ഡ്രസ്സ് കിട്ടില്ല. ആ സമയത്ത് ലോ വേസ്റ്റ് ഒക്കെ ഇറങ്ങുന്ന ടൈമാണ്. എനിക്ക് പറ്റില്ല ലോ വേസ്റ്റ്, എനിക്ക് അത്രയും ബാക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ലോ വേസ്റ്റ് ഇടാൻ പറ്റില്ല. അപ്പം ലൈക്ക് സ്കൂളിലും ഫ്രണ്ട്സൊക്കെ കളിയാക്കുക, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അതിൽ പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞ് ഏത് റേഷൻ കടയിൽ നിന്നാണ് കഴിക്കുന്നത്. എനിക്ക് ബോഡി ഷേമിങ് മറ്റ് പീക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാണെന്ന് പറയും റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, നീ തടിയണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ബെഞ്ചിലിരിക്കുമ്പോഴും പേടിയാണ് ആൾക്കാർക്ക് ബെഞ്ച് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ സ്കൂൾ ടൈമിൽ ഞാൻ ഇൻസെക്യൂർ ആണ്, എപ്പോഴും ഞാൻ ബാക്കിലായിരിക്കും. കോൺഫിഡൻസ് വല്ലാതെ എഫക്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട്. ഞാൻ ഇതിൽ സ്റ്റേജിൽ കയറിയിട്ടില്ല സ്കൂൾ ടൈമിൽ, ഇതൊരു സ്റ്റേജിൽ ഞാൻ കയറിയിട്ടില്ല. എനിക്ക് പേടിയാണ് ആക്ച്വലി കയറാൻ. അസംബ്ലിയിലാണ് ബാക്കിൽ നിൽക്കും, ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ പോയിരുന്ന എല്ലാവരും പറയും കാണത്തില്ല, നീ പുറകെ പോയി നിൽക്കുക. അപ്പം ബെഞ്ച് ഓടിക്കുന്നു. പിള്ളേർക്കാണെങ്കിലും കൊച്ചു പിള്ളേർക്കാണെങ്കിലും ക്ലാസ് പഠിക്കുന്നവർക്ക് വന്നിരിക്കാൻ പേടി. കാരണം എനിക്ക് ആ സമയത്ത് തന്നെ ഒരു 6 feet അടുത്ത് ഹൈറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ആ സമയത്ത് അത്രയും ബൾക്ക് കൂടെ ആകുമ്പോഴത്തേനും പേരൻറ്റ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേനും ഇവൻ പേരൻസിൻ്റെ കാര്യം വലിപ്പമുണ്ടല്ലോ എനിക്ക്. ഇപ്പോൾ പേരൻസ് തന്നെ എന്നെ നോക്കിയിടുകയോ ഇവൻ്റെ കൂടെയാണോ പഠിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പേഴ്സണലി ചോദിച്ചു. ഞാനൊരു സ്കൂളിൽ അഡ്മിഷൻ പോയപ്പോൾ അപ്പോഴൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാറേണ്ടി വരും. അപ്പോൾ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ പോയപ്പോൾ പ്രിൻസിപ്പൾ അവർ ഇവനെങ്ങനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തുന്നത്, ഇത്രയും വലിയ മുതുക്കൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവൻ പ്രിൻസിപ്പളായിരുന്നു സ്കൂളിൽ. എനിക്കിത് ചേഞ്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ സ്പോർട്സിലും അമ്മ കൊണ്ട് സ്പോർട്സിൽ ചേർത്തി. മമ്മിയും സ്പോർട്സ് പേഴ്സണാണ്. അപ്പോൾ എന്നെ ജൂഡോ കൊണ്ടാക്കി. അപ്പം ജൂഡോയിൽ ഞാൻ നാഷണൽ പ്ലെയർ ആയിരുന്നു, സ്റ്റേറ്റ് ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് എല്ലാവർക്കും പേടിയാണ് എന്നെ. ഞാൻ ചെല്ലുമ്പോൾ ഇടിക്കുമോ, അല്ലെങ്കിൽ ഞാൻ അത് ഇടിക്കാനൊന്നും റിങ്ങിൽ ഇടിച്ചിട്ടുണ്ട്, അല്ലാതെ ഇതുവരെ റിയൽ ലൈഫ് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ട് പോലില്ല. അപ്പോൾ ഒരു പേടിയുണ്ട് എന്നെ കാണുമ്പോഴത്തേനും ആൾക്കാർക്ക്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പെൺപിള്ളേരെടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു പേടി എനിക്ക് സ്കൂൾ ടൈമിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് എൻ്റെ മമ്മിയാണ് എന്നെ 13-ാം വയസ്സിലോട്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് മൈ വർക്കൗട്ട് 13-ൽ. മമ്മി പറഞ്ഞു നീ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്, അപ്പോൾ നീ കോട്ടയത്തിൽ നിന്ന് ജിമ്മിൽ ചേർക്കുന്നത്. മമ്മിയാണ് എന്നെ കൈ പിടിച്ചിട്ട് ജിമ്മിൽ കൊണ്ട് ചേർക്കുന്നത്. അവിടുത്തെ എൻ്റെ ലൈഫ് കുറച്ച് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അന്നേരം ബോഡി ബിൽഡിംഗ് ആയിരുന്നു മൈൻഡിൽ. അപ്പോഴും ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. അന്നേരം സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അവിടെ പോയി ഫുഡ് കഴിക്കുക, വയൽപ്പൊക്കെ, പിന്നെ സൈസായി. +2 ഡിഗ്രി ഒക്കെ സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ TVയിലൊക്കെ MTVയിൽ ജോൺ അബ്രഹാം, മിലിൻ സോമനൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ കൊള്ളാം. ആ സമയത്ത് ഫേസ്ബുക്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ലൈക്കൊക്കെ മേടിക്കുന്ന സമയമാണ്. കുറേ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ലൈക്ക് ഇടുക, ഫോട്ടോ ഇടുക. അപ്പോൾ ആ സമയത്ത് ഫോട്ടോ ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പതിയെ ആ സംഭവം വന്നു, ഒരു മോഡൽ എന്നുള്ള സംഭവം. ഈ ജോൺ അബ്രഹാം, മിലിൻ സോമനൊക്കെ. ജോൺ അബ്രഹാമിന് ഭയങ്കര ഫോളോവറാണ് ഞാൻ. പുള്ളി എങ്ങനെ ഇൻഡസ്ട്രിയിൽ വന്നു, ഒരു മോഡലായിട്ട് വന്നു, പിന്നെ സിനിമയിലേക്ക് കയറി ആക്ടിങ് ആയി. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തു. പുള്ളിയുടെ റൊട്ടീൻസ്, പുള്ളിയുടെ ഒരു കരിയർ സംഭവം ഫോളോ ചെയ്തു. എനിക്ക് ആക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമാണ്. സ്ക്രീനിങ് കാണുക, ലൈക്ക് ഞാൻ കുറേ ഫസ്റ്റ് ഷോയ്ക്ക് പോകും. ലാൽ സാറിൻ്റെ എല്ലാവരെയും മൂവി ഫസ്റ്റ് ഷോ പോയി കാണും. മമ്മിയും പറയും എൻ്റെ മകൻ ഒരു ബിഗ് സ്ക്രീനിൽ കാണാമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. സോ അപ്പം വിചാരിച്ചൊക്കെ മോഡലാകാം. എനിക്ക് ഹൈറ്റ് ഉണ്ട്, ഞാൻ തന്നെ ഹൈറ്റ് ഉണ്ട്, അപ്പോൾ മോഡലാകാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഫോട്ടോ എടുത്ത് ഈ
ഫേസ്ബുക്ക് അന്ന് ഓർക്കൂട്ടൊക്കെ ഉള്ള ടൈമാണ്. ഓർക്കൂട്ടിൽ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വേറെ മോഡൽസിനെ നോക്കും, എന്നിട്ട് അവർ ടാഗ് ചെയ്തേക്കുന്ന ആരൊക്കെ നോക്കും, ഷോ ഡയറക്ടേഴ്സ് അവർക്കൊക്കെ അവരെ ടാഗ് ചെയ്യുന്ന നോക്കും, അവർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പോകും. ഓഡിഷൻ അറ്റൻഡ് പോകുമ്പോഴത്തേനും ഹൈറ്റ് ഉണ്ട്, ഓക്കെ, പക്ഷെ ഭയങ്കര തടിയാണ്. ആ ഒരു മോഡൽ ഫിസിക്ക് വന്നിട്ടില്ല. ആ സമയത്ത് വെയിറ്റ് ആ സമയത്ത് 100+ ഉണ്ട് എന്തായാലും. 120 ആ റേഞ്ചൊക്കെ ഞാൻ എൻ്റെ പീക്ക് 120 ആണ്. 120. അപ്പോൾ ഹൈറ്റ് ഉണ്ട്, പക്ഷേ ബൾക്കാണ് ഞാൻ, മസിൽ മാസ് ഉണ്ട്, ബൾക്കാണ്. അപ്പോൾ കുറേ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യും, മോനെ ഇത് പറ്റില്ല. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയത്തില്ല. ഒരു മോഡൽ എങ്ങനെയാണെന്ന് നോക്ക്, മെഷർമെൻറ്റ് നോക്ക്. അങ്ങനെ ഞാൻ അല്ലാതെ കുറച്ച് റാമ്പ് അറ്റൻഡ് ചെയ്തു, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. പിന്നെ വിചാരിച്ചൊരു പേജൻറ്റ് അറ്റൻഡ് ചെയ്യാം. പേജൻറ്റ് അറ്റൻഡ് ചെയ്തൊരു മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ്റ്റർ കേരള എന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഞാൻ 2018 മിസ്റ്റർ കേരളക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. 2019 അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. ഓക്കെ, 2020 നോക്കാം, ലാസ്റ്റ് ട്രൈ. അപ്പോൾ ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പം അപ്പൻ്റെ സാലറി കട്ട് ചെയ്ത്, ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ വിചാരിച്ചു ഓക്കെ, ഇതാണ് ടൈം, വീട്ടിൽ ഫുഡ് കിട്ടുന്ന കുറവാണ്, ഡയറ്റ് എടുക്കാം. റിസർച്ച് ചെയ്തു, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ. ഞാൻ ഇക്കിഗായി ഫോളോ ചെയ്യും, ജാപ്പനീസ് ഇക്കിഗായെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അവർ ഒരു 80% ഫുഡേ കഴിക്കത്തുള്ളൂ, ബാക്കി ആ ഒരു വിശപ്പ് നമ്മൾ ഉള്ളിൽ കിടത്തണം. സോ അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തു. ജാപ്പനീസ് കൾച്ചർ ഞാൻ ഫോളോ ചെയ്തു. ഫുഡ് ക്ലീൻ ഡയറ്റ്, അതായത് നമ്മുടെ പറമ്പിലുള്ള സാധനം, മത്തല തോരൻ, വെജ് ലീവ്സ് ആഡ് ചെയ്തിട്ട് റൈസ് കട്ട് ചെയ്യുന്ന തുടങ്ങി കോവിഡ് ടൈമിൽ. സ്റ്റാർട്ടിങ് തുടങ്ങിയത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫുഡ് ഞാൻ അതിൻ്റെ ക്ലീൻ ഡയറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു ട്രാൻസിഷൻ? കാരണം ഒരു 6 feet+ ഉള്ളൊരു വ്യക്തി, ഇത്രയും ഫുഡ് ഇൻടേക്ക് ഉള്ളൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ബട്ട് നമ്മുടെ ഉള്ളിലൊരു സംഭവമുണ്ട്, നമുക്ക് ഇന്നാളാവണം എന്നുള്ളൊരു ത്വരയുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. എൻ്റെ വാൾപേപ്പറൊക്കെ ഇതൊക്കെ തന്നെയാണ്, എൻ്റെ ഒരു ഡ്രീമാണ് എൻ്റെ വാൾപേപ്പർ ലോക്ക് സ്ക്രീൻ. ആ സമയത്ത് ജിമ്മ് അടച്ചിട്ടേക്കുന്ന സമയമാണ്. ആ സമയത്ത് പകുതി ആയപ്പോൾ സ്റ്റേഡിയത്തിലൊക്കെ പോകുന്ന റൂൾ വന്നു, ഓടാൻ പോകുന്ന റൂൾ വന്നു. അതിനു മുമ്പ് ഞാൻ വീടിൻ്റെ, നമുക്ക് കോട്ടേഴ്സിലാണ്, അപ്പോൾ അവിടെ ആരും എൻട്രി ഇല്ല. അപ്പോൾ റോട്ടിൽ കൂടെ ഓടുമായിരുന്നു. അതായത് എൻട്രി ആയപ്പോൾ കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഓടാൻ പോകാൻ തുടങ്ങി. അവിടെ എനിക്ക് ഫസ്റ്റ് റൗണ്ട് വെക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു. കുറേ അങ്കിളുമാരുണ്ടായിരുന്നു അവിടെ, അവർ നോക്കും 10 റൗണ്ടൊക്കെ പുല്ല് പോലെ ഓടുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വണ്ണം കാരണം പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പതിയെ ഓട്, പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ 1 റൗണ്ട് 2 റൗണ്ടൊക്കെ എനിക്ക് ശ്വാസം മുട്ടും തുടങ്ങി, പറ്റുന്നില്ല. ഇപ്പോൾ ഇവഞ്ച്വലി അത് പതിയെ സ്റ്റാർട്ട് ചെയ്ത് എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഡെയിലി 5 കിലോമീറ്റർ ഓടും. ഡെയിലി 5 കിലോമീറ്റർ എനിക്ക് മസ്റ്റാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെ 10-15 റൗണ്ട് അടിക്കാൻ തുടങ്ങി അവിടെ. പക്ഷേ അങ്ങനെ റണ്ണിങ്, കാർഡിയോ, ഡയറ്റ്, കാലറി ഡെഫിസിറ്റ് എന്ന് പറയും. ഒരു 1500-2000 കലോറി കഴിക്കും, 1000 കലോറി ബേൺ ആക്കും. അതെനിക്ക് മനസ്സിലായി എങ്ങനെയാണ്. സോ എല്ലാം കുറിച്ച് വെക്കും, ഫുഡ് എന്താ കഴിച്ചു, എങ്ങനെ കഴിച്ചു. കാരണം ഒരു പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര പൈസ, നല്ല എക്സ്പെൻസീവ് ആണ്. അതാണ് അർജുൻ വരുന്ന ഒരു സാധാരണ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, ആൻഡ് അതിൽ നിന്നാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ആൻഡ് സോ ആക്ച്വലി യു സെറ്റിംഗ് എക്സാമ്പിൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ടു ഫോളോ. അതും വെയ്റ്റ് ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് എത്രത്തോളം വേണം. എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത്, ബിഗ് ബോസിൽ റിപ്പീറ്റഡ്ലി ഇൻ്റർവ്യൂവിന് പോയിട്ട് റിജക്റ്റ് ആയിട്ട് പോലും യു നെവർ ഗേവ് അപ്പ്. ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ദിസ് വാസ് യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. വൈ? കാരണം പപ്പ അടുത്ത വർഷം റിസൈൻ ചെയ്യും, പെൻഷൻ ആവാറായി. പപ്പ കൂടെ ജോലി നിൽക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിലെ വരുമാനം കുറേ ഉറപ്പാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു 5-6 വട്ടം ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിസേർവ്ഡ് അല്ല. കാരണം ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് കിട്ടാണെങ്കിൽ ഓക്കെ, ട്രൈ ചെയ്ത് കാരണം എനിക്കിത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ 40-50 വയസ്സിൽ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ഈ സംഭവം, എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തില്ല, ഞാൻ ലൈഫിൽ ഫെയിലിയറാണ്. എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യത്തിലും. കാരണം ഞാൻ ആ പ്രായത്തിൽ തിരിഞ്ഞ് നോക്കുക, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു, എൻ്റെ ഡ്രീമിന് അച്ചീവ് ചെയ്താൽ ഞാൻ ഹാപ്പി ആകത്തുള്ളൂ. ഇത് കഴിഞ്ഞ് നാളെ ഞാൻ മരിച്ചു പോയി ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഡ്രീം അച്ചീവ് ചെയ്തിട്ടാണ് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പം എനിക്കത് അച്ചീവ് ചെയ്ത് എനിക്ക് ഹാപ്പി ആകത്തില്ല, എൻ്റെ പൈസയോ അല്ലെങ്കിൽ മാറ്റർ ആവില്ല. എൻ്റെ ഡ്രീം ഞാൻ ഫിക്സ് ചെയ്തിട്ട് എനിക്കത് അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സെൽഫിൽ എന്തും ചെയ്യും. അതിന് എനിക്ക് എൻ്റെ ഫിസിക്കലി ഞാൻ എത്ര ഫോക്കസ്ഡ് ആയിട്ട് എത്ര പുഷ് ചെയ്യാൻ നോക്കും, അതൊക്കെ മാക്സിമം ചെയ്യും. അത് കിട്ടാതെ എനിക്ക് പറ്റില്ല. So you reduced your weight from 120 to 95-96, ഇപ്പോൾ 93-92. അപ്പോൾ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ യു ആക്ച്വലി 95-96 യു ഹാഡ് ട്രാൻസ്ഫോംഡ് യുവർസെൽഫ് കംപ്ലീറ്റ്ലി. ആക്ച്വലി അവരും കണ്ടു എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. കാരണം എൻ്റെ ഓഡീഷന് അപ്പോൾ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലാണെങ്കിലും എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അവരും കണ്ടു മനസ്സിലാക്കി. കാരണം അവൻ എത്ര മെനക്കെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ റീലൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എൻ്റെ പഴയതും പുതിയതൊക്കെ റീലൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, റീൽസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ദിസ് ഗായ് അവൻ എന്തെങ്കിലും ഉണ്ട്, അവൻ എത്ര ഇതിന് അതിലൊരു നെവർ ഗീപ്പ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് മനസ്സിലായി.
അങ്ങനെയാണ് അവർക്കും ഇമ്പ്രസ് ആയത് എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ലും മാറി. കാരണം ഈ സമയത്ത് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോൺ പ്ലേസിന് റിയൽ മാൻ ഓഫ് ദി ഇയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സീസൺ മുമ്പ്. എനിക്ക് കുറേ വർക്ക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങി. സോ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ എന്നെ തന്നെ എൻ്റെ ഒരു റൂട്ടീൻ ബീറ്റപ്പ് ചെയ്തപ്പോൾ എനിക്ക് വർക്ക് കിട്ടാൻ തുടങ്ങി. വർക്ക് കിട്ടുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ആയി. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി, വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫിനാൻഷ്യലി ഞാൻ സംവാട്ട് ഓക്കെ ആയി. കാരണം കിട്ടുന്നുണ്ട് എനിക്ക്. കാരണം എനിക്ക് ആദ്യത്തെ ഒരു 4 വർഷം 5 വർഷം എനിക്ക് പൈസ കിട്ടുന്നില്ല. ഞാൻ ഫ്രീ ആയിട്ട് റാമ്പ് അറ്റൻഡ് ചെയ്യുന്നു, ട്രെയിനിൽ കിടന്നു പോകുന്നു, സ്ലീപ്പർ ക്ലാസ് ലോക്കലിൽ കയറി പോകുന്നു, ബാത്റൂം ഒളിച്ചിരുന്ന് പോകുന്നു, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ 4-5 കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ പോയി റൺവേ മോഡലാണ് തെളിയിക്കുക, ഫോട്ടോ ഇടുക, അപ്പം അടുത്ത വർക്ക് കിട്ടും, അടുത്ത വർക്കിന് പൈസ കിട്ടും. അല്ലാതെ എനിക്കറിയാം, എനിക്ക് മാത്രമല്ല ഒരു കേരളത്തിലുള്ള മോസ്റ്റ്ലി മെയിൽ മോഡൽസിന് ഇപ്പോഴാണ് പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങിയത്. പണ്ടൊന്നും പേയ്മെൻ്റ് ഒന്നുമില്ല. പ്രൊഫഷണൽ മോഡൽസിന് വരെ നമ്മൾ കഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ. ഒരു ദിവസം സെറ്റാവുന്ന പ്രതീക്ഷ നമ്മളെന്നും പോകും. അങ്ങനെ എനിക്ക് ഈ ഒരു 2 ഇയറിലാണ് എനിക്ക് ഏണിങ് കിട്ടാൻ തുടങ്ങിയത്. അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയി. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ സക്സസ് ആണ് പറയാൻ തുടങ്ങിയത്. അപ്പോൾ അവരും ഹാപ്പിയായി. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ ക്വസ്റ്റ്യൻ, ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഫേസ് ഉണ്ടല്ലോ, ആൻഡ് ഓൾസോ അതിന് മുമ്പുള്ള ഫേസ് വരെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യം വരും. നമ്മളെ കൈ പിടിക്കാനും നമ്മളെ കൂടെ നിൽക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഇല്ലാതെ ഇത് ചെയ്യുക ചിലപ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. അർജുൻ്റെ കൂടെ ആരാണ് നിന്നത് ഈ ഒരു ഫേസ്? എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാത്തിനും. കാരണം മമ്മി പറയും, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എപ്പോഴും എന്നോട് പറയും, നീ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നിനക്കൊരു കുഴപ്പമില്ല, നീ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നിനക്ക് കിട്ടിയില്ല അടുത്തതിന് കിട്ടും, നിനക്ക് എന്താ കുറവെന്നുള്ളത് നീ മനസ്സിലാക്കി നീ ഇത് വർക്ക് ഓൺ ചെയ്യുക, കിട്ടും. അങ്ങനെ ഞാൻ എല്ലാ കാര്യം മമ്മിയോട് ഷെയർ ചെയ്യാറില്ല. ഞാൻ ഭയങ്കര റിസർവ്ഡ് ആണ് പേഴ്സൺ. എൻ്റെ ഇമോഷൻസ് ഒന്നും ആരോട് ഷെയർ ചെയ്യാറില്ല. കാരണം എന്തിനെ മറ്റൊരാൾ പറഞ്ഞാൽ അവരെ കൂടെ വിഷമിപ്പിക്കുന്നു ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് പേഴ്സണലി ഫിസിക്കലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനത് പറയുമ്പോൾ എൻ്റെ അപ്പനോട് പറയുമ്പോഴത്തേക്കും അവർ വിഷമിക്കും. അവരുടെ ഹാപ്പിനെസ് ആണ് എൻ്റെ ഹാപ്പിനെസ്. ഞാൻ കാരണം ഇത് പറയുമ്പോൾ എനിക്കുള്ളത് ഞാൻ തന്നെ അത് വേറെ ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിത് കിട്ടി, എനിക്ക് ഈ ഒരു ഡിസീസ് വന്ന അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പം വന്നെങ്കിൽ അത് ഞാൻ തന്നെ അനുഭവിക്കണം. അത് നമ്മൾ എത്ര പേര് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. ഇപ്പം എൻ്റെ ഡിസീസ് എന്താണ്? ആക്ച്വലി എനിക്കൊരു 2018 ഹിരായമ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്തു. ഹിരായമ ഡിസീസ് അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ 2018 ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ. ആ ഒരു ടൈമിലാണ് മോഡലിംഗ് എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്ന ടൈമിലാണ് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിട്ട്. ആ സമയത്തൊക്കെ അങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടപ്പോഴത്തേനും ഒരു പെട്ടെന്ന് എനിക്ക് ഡെഡ് ലിഫ്റ്റൊക്കെ ചെയ്യുന്നപ്പോഴത്തേക്കും കൈ സ്ലിപ്പറിയായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, മമ്മി പറഞ്ഞു അന്ന് കോട്ടയിൽ പോയി കാണാം. അങ്ങനെ കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ പോയി കണ്ടു. അപ്പം അവർ പറഞ്ഞു, അവർ കുറേ MRI ഒക്കെ എടുത്തിട്ട് ഒരു 5 ഡിസീസിൻ്റെ പേര് വെച്ചു. MND, മർഫാൻ ഡിസീസ്, ഹിരാമ, കുറേ ഡിസീസ്, കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇവിടെ മനസ്സിലാവണില്ല എന്താണെന്ന്. സോ അമൃതയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മമ്മി പപ്പ അവിടെ കാറൊക്കെ എടുത്ത് നേരെ അമൃതയിൽ പോയി അവിടുത്തെ ന്യൂറോ ഡോക്ടറെ കണ്ട് HOD തന്നെ കണ്ടു. അപ്പോൾ അവർ 3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറേ വീണ്ടും MRI എടുക്കും. MRI ഒക്കെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ അകത്ത് കയറുക. ആ ഒരു ഏജിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലൊരു ടഫ് ടൈമാണത്. പിന്നെ NCU എന്ന ടെസ്റ്റ് ഉണ്ട്. ദേഹത്തെല്ലാം നീഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ദേഹത്ത് നമ്മുടെ ഓരോ നെർവ്സിൽ നീഡിൽ കുത്തിയിട്ട് ഇങ്ങനെ ഇളക്കും, നമ്മുടെ എവിടെയൊക്കെ പ്രശ്നം അറിയാൻ വേണ്ടി. അപ്പോൾ അവർ അടുത്ത സിറ്റിങ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയും. പിന്നെ മർഫാൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോൾ ആയിട്ടുള്ളവർക്ക് ഒരു പ്രശ്നം വരും. അതാണെന്ന് നോക്കാൻ വേണ്ടി എൻ്റെ ഇൻഹെറിറ്റൻസ് ഫാമിലി ഫുൾ അവർ ബയോ ചെക്ക് ചെയ്യുന്നു, വേറെ ആർക്കും പ്രശ്നമുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത്. കാരണം അവർക്ക് ഡയഗ്നോസ് ചെയ്യണം എങ്ങനെയും. അങ്ങനെ ഒരു കുറേ സിറ്റിങ്ങിന് ശേഷം അപ്പ് ആൻഡ് ഡൗൺ പോവുകയാണ്, കോട്ടയം കൊച്ചി. ആ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. കോളേജിൽ BBA സെക്കൻഡ് ഇയർ സെമസ്റ്റർ എക്സാം ടൈമാണ്. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല സമയത്ത്, എഴുതാൻ പിടിക്കാൻ പറ്റില്ല ആ ടൈമിൽ. എനിക്ക് അത്രയ്ക്കും ഡിഫിക്കൽട്ട്, ബട്ടൺസ് ഇടാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതാണ് ഇതിനൊരു പ്രശ്നം. അതാണ് നമുക്ക്. അത് പിന്നെ എൻ്റെ റൈറ്റ് ആമാണ് എനിക്ക് വശം. ആ റൈറ്റ് ആകുമ്പോൾ തന്നെ ഇത് വന്നപ്പോഴത്തേനും എനിക്കറിയില്ല, എൻ്റെ ലൈഫ് സ്റ്റോപ്പ് ആയ സമയം, ഫുൾ ഡൗൺ ആയ സമയത്താണ്. എനിക്കൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അറിയില്ല, ഇതിനെപ്പറ്റി പറഞ്ഞാലും ആർക്കും മനസ്സിലാവണമില്ല. ഇപ്പം വീട്ടിൽ പറയാനും പറ്റത്തില്ല എനിക്ക്. ഇപ്പം ഡോക്ടർ ലാസ്റ്റ് ഡയഗ്നോസ് ചെയ്തു, ഇതാണ് പ്രശ്നം, ഇത് ക്യൂർ ആവില്ല ഒരിക്കലും, ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല, സ്റ്റിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബട്ട് അതിന് വലിയ ഹോപ്പൊന്നും വേണ്ട. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ തന്നെ ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഈ ഡോക്ടർ പക്ഷേ വേറൊരു ഡോക്ടറിനോട് അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ അമൃതയിലെ ഡോക്ടർ HOD പറഞ്ഞാൽ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് നീ ഇത്രയും ഹാൻഡ്സം ഒക്കെയാണ്, പക്ഷേ നിനക്ക് ഈ ഒരു പ്രശ്നമില്ല, നീ മൈൻഡ് ആക്കണ്ട, നീ ജീവിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ബട്ടണൊക്കെ ഇടാൻ ഞാനത് ഇപ്പോൾ ഓക്കെ, ഞാനത് വർക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ബിഗ് ബോസിൽ വന്നിട്ടാണ് പിന്നെ രണ്ടാമത് എൻ്റെ ഈ ഡിസീസ് ട്രിഗർ ആയത്.
ഓ അതെ ട്രിഗർ ആയി ട്രിഗർ ആക്ച്വലി എനിക്ക് അതിനകത്ത് ഫുഡ് പ്രോട്ടീൻ എനിക്ക് ഞാൻ കണ്ടുപിടിച്ച സംഭവം ഡോക്ടർ പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കി ഫിസിയോതെറാപ്പിയിൽ ചെറിയ ചെറിയ മസിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്, ജിമ്മിലാണെങ്കിലും വലിയ വലിയ മസിൽസ് ചെയ്യുന്നുണ്ട്, പോയത് വരില്ല. അപ്പോൾ നമ്മൾ പോവാതിരിക്കാൻ മാക്സിമം എന്ത് ചെയ്യണമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു 4 മന്ത് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. കാരണം റിലേറ്റീവ്സൊക്കെ വരുന്നു, വിഷമത്തോടെ കാണുന്നു, കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പൈസ വെച്ചിട്ട് പോകുന്നു. ആ ഒരു സ്റ്റേജൊക്കെ ഭയങ്കര വിയർഡാണ് ആക്ച്വലി. എല്ലാവരും രോഗിയായിട്ട് നോക്കുന്നു, വിഷമത്തോടെ നോക്കുന്നു എല്ലാവരും. ഫ്രണ്ട്സ് ആണെങ്കിൽ അത്രയ്ക്ക് ഇൻകേപ്പബിൾ ആയി ടു ഡു എനിത്തിങ് പറയുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ഐ മീൻ ഒരു കൈ ഇല്ലാതാവുക ലൈക്ക് മെലിഞ്ഞു പോവാന്നൊക്കെ പറയുമ്പോഴത്തേനും ആ ഒരു മൊമെൻറ്റ് ഭയങ്കര പാടാണ് ആക്ച്വലി. ആ ഒരു ഏജിൽ ഇത്രയും ഡ്രീംസ് ജിമ്മൊക്കെ ചെയ്യുന്ന ഞാൻ ഫോട്ടോ ഒക്കെ ഇടുന്നു, എല്ലാവരും നല്ലതെന്നൊക്കെ പറയുന്ന ടൈമിൽ എനിക്കിത് വരുന്നു. സെൻറ്റിമെൻറ്റ്സ് ആണ് എനിക്ക് സിമ്പത്തി സെൻറ്റിമെൻറ്റ്സ് എനിക്ക് ഒട്ടും സെറ്റ് ആവില്ല. എല്ലാവരും വന്നിരിക്കുന്നത് നോക്കുമ്പോൾ എൻ്റെ മെൻ്റലി ഞാനും പോയി. പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഈ ഇമേജസ് ഒക്കെ നോക്കുമ്പോൾ പേടിയാവും. ഗൂഗിൾ ചെയ്ത് നോക്കുക ചെയ്തെങ്കിൽ ഇമേജസ് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പേടിയാവും. നോക്കുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ അവസ്ഥ, എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെയായിരിക്കും എന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ അപ്പനമ്മയെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ്. അവരാണ് എൻ്റെ എല്ലാം. അവരെപ്പോഴും പറയും എൻ്റെ കണ്ണിൽ നോക്കി ജീവിക്കുന്നതിന് എപ്പോഴും പറയും. കാരണം അവർ ലവ് മാരേജ് ആയിരുന്നു, പിന്നെ അറേഞ്ച് ആയി. ഞാൻ മാത്രമേ ഉള്ളൂ, ചേച്ചി കെട്ടിച്ചുവിട്ട്. പിന്നെ ഞാൻ എൻ്റെ കരിയർ ആയാലും അവർക്കും സെറ്റിൽ ആകാൻ പറ്റും എനിക്കറിയാം. അപ്പം ആ ഒരു ടൈമിൽ എനിക്കറിയാം എനിക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നു. എനിക്ക് ബുള്ളറ്റ് കോഡിങ് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഷിവറിങ് ആണ്, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ലെഫ്റ്റ് ഹാമൊന്നും ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് റൈറ്റ് ഹാമാണ് എനിക്ക് യൂസ്ഡ്. ആ ടൈമിൽ വിചാരിച്ചു എനിക്ക് മുമ്പോട്ട് എനിക്ക് ഡിപ്പെൻഡൻ്റ് ആവാൻ താല്പര്യമില്ല. അത് ആരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല, എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു അപ്പം ഞാൻ കണ്ടുപിടിച്ചു ആ ടൈമിൽ എനിക്ക് ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയം. വാട്സപ്പിൽ ഫോട്ടോ മാറ്റുക അല്ലെങ്കിൽ കരയുന്ന ഇമോജി ഇടുന്നത്, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നു ഒരു 4 to 5 months. കാരണം ആ ഒരു ഇമോഷൻ സ്റ്റേജ് ഭയങ്കര വിയേർഡാണ്. എല്ലാവരും വന്ന് സെൻറ്റിമെൻറ്റ്സ് നോക്കുന്നു, പക്ഷേ എനിക്ക് തമാശ കാണും, ചിരിക്കാം, കോമഡി കാണാൻ പറ്റും, ചിരിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച ലൈഫ് സ്റ്റോപ്പ്, നിർത്താം. ഇത്ര കേരളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതം മാറി സെറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇരുന്നപ്പോഴത്തേക്കിനും ട്രോഫി ആയിട്ടിരിക്കുക, വലിയ ബാഗല്ല. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു വള്ളം കളിക്ക് കിട്ടിയാണെന്ന് ചോദിച്ചു. വിഷു എപ്പിസോഡിന് ലാൽ സാറ് വരുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ഹൗസിനുള്ളിൽ വരും. അപ്പോൾ എനിക്ക് പനിയായിരുന്ന സമയത്ത്. അപ്പോൾ ലാൽ സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഇവിടെ ചോദിച്ചു പനി പറഞ്ഞാൽ ചോദിച്ചു. എൻ്റെ ദേഹം ചോദിച്ചിട്ട് ഇവിടെ പനി പറഞ്ഞാൽ ചോദിക്കുമ്പോഴത്തേനും ഞാൻ ലിറ്ററലി ഉരുകിപ്പോയി.